ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നാസർ ചേരി. ലയൺസ് ക്ലബ്ബും വോയിസ് ഓഫ് ഡിസേബിൾസ് തിരൂർ ബ്ലോക്ക് കമ്മിറ്റിയും തിരൂർ മുനിസിപ്പൽ കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണാഘോഷവും ബോധവൽക്കരണ ക്ലാസും 2026 ഓഗസ്റ്റ് 11 തിരൂർ ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടന്നു. സ്നേഹവും സൗഹൃദവും സമത്വവും പങ്കുവച്ച് ഓണത്തിന്റെ നന്മയും സന്തോഷവും നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. നിറങ്ങളും സൗഹൃദവും നിറച്ച് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കൊപ്പം ഓണത്തിന്റെ സന്തോഷം പങ്കുവെക്കാമെന്ന ആശയത്തോടു കൂടിയുള്ള പരിപാടി ശ്രീ ദിലീപ് കെ കൈനിക്കര, ബഹുമാനപ്പെട്ട സബ് കളക്ടർ തിരൂർ, ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ശ്രീ ദിലീപ് അമ്പായത്തിൽ, പ്രസിഡന്റ് തിരൂർ ലയൺസ് ക്ലബ്ബ് അധ്യക്ഷത വഹിച്ചു. വോയിസ് ഓഫ് ഡിസേബിൾസ് മലപ്പുറം ജില്ലാ സെക്രട്ടറി ശ്രീ മുഹമ്മദ് ഷഫീഖ് സ്വാഗതം പറഞ്ഞു. മുഖ്യാതിഥിയായ ശ്രീമതി ഷാഹിന നിയാസിനെ ചെയർപേഴ്സൺ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ശ്രീമതി KP ഷബ്ന, തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സിന്ധു മംഗലശ്ശേരി, വൈസ് ചെയർപേഴ്സൺ തിരൂർ മുനിസിപ്പാലിറ്റി PA ബാവ, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ശ്രീ ബഷീർ മുല്ലശ്ശേരി, സെക്രട്ടറി തിരൂർ ലയൺസ് ക്ലബ്ബ് ശ്രീ നാസർ മനയിൽ, വോയിസ് ഓഫ് ഡിസേബിൾസ് സ്റ്റേറ്റ് കോർഡിനേറ്റർ ഡോക്ടർ MA കബീർ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ലയൺസ് ട്രഷറർ ജയദേവൻ, വൈസ് പ്രസിഡന്റ് നവാസ്, സുരേഷ് അൽമനാറ, ജോയിന്റ് സെക്രട്ടറി ഷബീബ്, ജയദേവൻ, മധു, മുസ്തഫ, ഹസൈനാർ, ഹസൻ അമ്മേങ്ങര തുടങ്ങിയ മെമ്പർമാരും സന്നിഹിതരായി. മലപ്പുറം ജുവനൽ ജസ്റ്റിസ് ബോർഡ് അംഗം അഡ്വക്കേറ്റ് ശ്രീമതി MT ഷബ്ബു ഷബീബ്, അഡ്വക്കേറ്റ് രൂപ തിരൂർ ഭിന്നശേഷിയുള്ള വ്യക്തികൾക്കുള്ള അവകാശ സംരക്ഷണ നിയമത്തെ സംബന്ധിച്ച് സംസാരിച്ചു. റുബീന ബ്ലോക്ക് ട്രഷറർ നന്ദിയും പറഞ്ഞു. കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാ. തിരൂർ ലയൺസ് ക്ലബ്ബും വോയിസ് ഓഫ് ഡിസബിലിറ്റിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഈ മനോഹരമായ ഓണാഘോഷത്തിൽ നിങ്ങളുടെ മുന്നിൽ അധ്യക്ഷനായി നിൽക്കാൻ കഴിഞ്ഞ ഞാൻ എൻ്റെ വലിയൊരു ഭാഗ്യമായി കരുതുന്നു. ഇന്നത്തെ ചടങ്ങ് കേവലം ഒരു ആഘോഷം മാത്രമല്ല, പരിമിതികളെ മറികടന്ന് നിറഞ്ഞ പുഞ്ചിരിയോടെ ജീവിതത്തെ ആഘോഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾക്കുള്ള സ്നേഹാദരവ് കൂടിയാണ്. വീൽ ചെയറിലും അല്ലാതെയും സന്തോഷത്തോടെ ഈ ലോകത്തെ കാണുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കളാണ് ഇന്നത്തെ സദസ്സിന്റെ ഏറ്റവും വലിയ വെളിച്ചവും ആവേശവും. ഈ ഭിന്നശേഷി അവകാശങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെ, പാർലമെന്റിലാകട്ടെ കേരള നിയമസഭയിലാകട്ടെ വളരെ വ്യക്തമായിട്ട് ക്രോഡീകരിക്കപ്പെട്ട അവകാശങ്ങളാണ് ഭിന്നശേഷി വ്യക്തികൾക്കുള്ളത്. സോ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭിന്നശേഷി വ്യക്തികളുടെ അവകാശം എന്ന് പറയുന്നത് നമ്മുടെ പൊതുവിടങ്ങൾ. ഏതൊരു വ്യക്തിയെയും പോലെ അല്ലെ, ഏതൊരു പൗരനെയും പോലെ തന്നെ നമ്മുടെ പൊതുവിടങ്ങളും നമ്മുടെ ആഘോഷങ്ങളും നമ്മുടെ നാട്ടിലെ പരിപാടികളും ഒക്കെ ഭിന്നശേഷി വ്യക്തികൾ കൂടി അവകാശപ്പെട്ടതാണ് എന്നുള്ള ആ ഒരു ബോധ്യം, ആ ഒരു അവബോധം സമൂഹത്തിലേക്ക് പൂർണ്ണമായിട്ട് കിഴിഞ്ഞിറങ്ങിയാൽ മാത്രമേ ഭിന്നശേഷി അവകാശങ്ങൾ അതിൻ്റെ പൂർണ്ണമായ തോതിൽ അതിൻ്റെ കൃത്യമായ അർത്ഥത്തിൽ സംരക്ഷിക്കപ്പെടുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ വിവാഹങ്ങളാകട്ടെ, ഓണവും വിഷുവും പെരുന്നാളുമൊക്കെ പോലെയുള്ള ആഘോഷങ്ങളാകട്ടെ, അതിലും പങ്കുചേർന്ന് ഒരുമിച്ച് പങ്കുചേർന്നല്ലേ ഇൻക്ലൂസീവായിട്ടുള്ള ആക്സസിബിൾ ആയിട്ടുള്ള പൊതു പരിപാടികളും ആഘോഷങ്ങളും ഒക്കെ നമ്മൾ വിചിന്തനം ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് അത്. നമ്മൾ ജാതിഭേദമന്യേ നമ്മൾ കുടുംബത്തോടൊപ്പം ഒരുപാട് ബന്ധങ്ങൾ സ്ഥാപിച്ച് മുന്നോട്ട് പോകുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവരോടും നന്ദി പറയുന്നു. ലയൺസ് ക്ലബ്ബും വോയിസ് ഓഫ് ഡിസേബിളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിലേക്ക് എത്തിയ എല്ലാ അതിഥികൾക്കും ഇത് ബോർഡ്, ഇത് ചുണ്ട്. ഇനി പൊട്ടു തൊട്ടോ ധൈര്യമായിട്ട്. പൊട്ടുകുത്തടി പുട്ട പച്ചിട്ടടി. അല്ല തപ്പിക്കോട്ടെ. എന്താ കളിക്കുന്നേ സാറേ വരുന്നുണ്ട്. ആ കൊടുക്ക്
സുന്ദരിയുടെ നെറ്റിമൽ കൊടുക്കണേ. ആ പാൻ മീഡിയ ന്യൂസ് തിരൂർ.